സംസ്ഥാനത്തെ ED റെയ്ഡ് വലിയ കോലാഹലമൊക്കെ ഉണ്ടാക്കിയതാണ്. ഇനി അതിൽ അടുത്ത എന്ത് നടപടി എന്നാണ് അറിയേണ്ടത്. ഇപ്പോൾ ഈ 13 CPM പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തുടർന്ന് ഇന്നിപ്പോൾ അവർക്കുള്ള നടപടികൾ എന്തായിരിക്കും? ഒപ്പം ഇവർക്കെതിരെ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നുവെന്നാണല്ലോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വപ്ന, തീർച്ചയായും അത് തന്നെയാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ തലസ്ഥാന രാഷ്ട്രീയം അല്ലെങ്കിൽ സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും ഒരു പോരിലേക്കുള്ള അല്ലെങ്കിൽ വലിയൊരു ആകാംക്ഷയുടെ നിലയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ EDയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് EDയുടെ അന്വേഷണത്തിന് ശേഷം റെയ്ഡിന് ശേഷം മടങ്ങിപ്പോകുന്ന ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു എന്ന രീതിയിലുള്ള കേസാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ അറസ്റ്റിലായതുള്ള 18 പേരാണ്, CPM പ്രവർത്തകരാണ്. ഈ 18 പേരിൽ 5 പേരെ റിമാൻഡ് ചെയ്തിരുന്നു. ഇനി ബാക്കിയുള്ളത് 13 പേരാണ്. ഈ 13 പേരും ഇപ്പോൾ അറസ്റ്റിലാണ്. ആ അറസ്റ്റ് ചെയ്ത 13 പേരെ ഇനി റിമാൻഡ് ചെയ്യാനുണ്ട്. ആകെ കസ്റ്റഡിയിലെടുത്തത് 19 പേരായിരുന്നു. അതിൽ ഒരാൾ ഒരു അഭിഭാഷകനാണ്. അദ്ദേഹത്തിന് ഇതുമായി കസ്റ്റഡിയിലെടുത്തുവെങ്കിൽ അദ്ദേഹത്തിന് ഇതിൽ പ്രാഥമികമായി അദ്ദേഹം ഇടപെട്ടു എന്നതിന് തെളിവില്ലാത്തത് കാരണം അദ്ദേഹത്തെ വിട്ടയക്കുകയുണ്ടായത്. ബാക്കി 18 പേരാണ് അറസ്റ്റ് ചെയ്തത്. ഇതിൽ 13 പേരിൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഏറെ രാത്രിയോടുകൂടിയാണ് മുൻ കൗൺസിലറായിരുന്ന IP ബിനു IP ബിനു ഉൾപ്പെടെയുള്ളവരെ CPM പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നു. അർദ്ധരാത്രിയോടുകൂടിയാണ് ജനറൽ ആശുപത്രിയിൽ ഹാജരാക്കി വൈദ്യപരിശോധനയൊക്കെ പൂർത്തിയാക്കിയത്. അപ്പോൾ ഇന്ന് ഉച്ചയോടുകൂടി മജിസ്ട്രേറ്റ് കോടതിയിൽ ഇവരെ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. അതോടുകൂടി ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഗുരുതരമായ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഈ 18 പേർക്കെതിരെ, അതായത് ED ഉദ്യോഗസ്ഥർക്ക് വധിക്കാനായി ശ്രമിച്ചു എന്ന കേസും ഒപ്പം പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു, ഈ 2 വകുപ്പുകളും ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവർക്കെതിരെ ഇന്ന് ഇവരെ റിമാൻഡ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സർക്കാരിനായാലും വലിയ രീതിയിലുള്ള നാണക്കേട് ആഭ്യന്തര വകുപ്പിൽ ഉണ്ടാക്കിയ ഒരു വിഷയമായിരുന്നു ഈ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്. അപ്പോൾ ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകിയില്ല, ആക്രമണം ഉണ്ടാകുമെന്ന സൂചന ഉണ്ടായിട്ട് പോലും വലിയ രീതിയിൽ പോലീസിനെ വിന്യസിച്ചില്ല, സുരക്ഷ ശക്തമാക്കിയില്ല തുടങ്ങിയ ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ തന്നെയാണ് ഈ ആഭ്യന്തര വകുപ്പ് കടുത്ത ആക്ഷേപമാണ് നേരിടുന്നത്. മാത്രമല്ല ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പോലും സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ED പരിശോധനയുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രി ആര് തന്നെ എത്ര ഉന്നതരായാലും കുറ്റക്കാരായ പ്രതികൾ ആരെയും വെറുതെ വിടുകയില്ല എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ അറസ്റ്റിലായത് 18 പേർ മാത്രമാണ്. അപ്പോൾ ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ച് മുഖം രക്ഷിക്കാനായി കൂടുതൽ അറസ്റ്റുകൾ ഇനിയും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കണ്ടാൽ അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്, കൂടുതൽ അറസ്റ്റിലേക്ക്. ഒരുപക്ഷെ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച മറച്ചുവെക്കാൻ കൂടുതൽ അറസ്റ്റിലേക്ക്. പക്ഷേ അതിനായി CPM പാർട്ടി ഓഫീസിൽ നിന്നുള്ള ഒരു പട്ടിക കാത്തിരിക്കുകയാണോ പോലീസ്? അതായത് ഈ പോലീസിനെ സംബന്ധിച്ച് ഉറപ്പായും ഇതിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് ഇന്റലിജൻസിലെ റിപ്പോർട്ടുണ്ട്, DGPയുടെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയായതാണ്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ആഭ്യന്തര വകുപ്പിന് മുഖം രക്ഷിച്ചേ മതിയാവും, സർക്കാരിന് മുഖം രക്ഷിച്ചേ മതിയാവും. കാരണം കടുത്ത ആക്ഷേപമാണ് ഈ ഒരു സംഭവത്തിൽ. അതായത് ഇത്രയേറെ ഒരുപക്ഷെ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഈ റെയ്ഡ് നടക്കുന്ന സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടായിരുന്നു. അത് തലസ്ഥാനത്ത് മാത്രമല്ല സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഉറപ്പായും ഒരു അക്രമമോ അല്ലെങ്കിൽ സംഘർഷമോ കണക്കിലെടുത്ത് മുൻകൂട്ടി കണ്ടുകൊണ്ട് വലിയ രീതിയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു എന്ന രീതിയിലുള്ള പരാതിയും വിമർശനവും കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. വലിയ രീതിയിൽ ഇത് ചർച്ചയാവുകയും ആക്ഷേപത്തിനിടയാവുകയും ചെയ്യുകയാണ്. മാത്രമല്ല ED ഉദ്യോഗസ്ഥരുടെ പരാതിക്കാരായി അല്ലെങ്കിൽ മറുഭാഗത്ത് നിൽക്കുന്നത് ED ഉദ്യോഗസ്ഥരാണ്. ഇവർക്ക് വേണ്ടത്ര സുരക്ഷ നൽകാനായി സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു. അങ്ങനെ വരുമ്പോൾ അതൊരു കേന്ദ്ര ഏജൻസികൾക്കെതിരായ ഒരു കേസായി ഇതിൽ മാറുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉറപ്പായും ആഭ്യന്തര വകുപ്പിന് മുഖം രക്ഷിച്ചേ മതിയാവൂ. അതുകൊണ്ട് തന്നെ ഈ നിലവിൽ ഇപ്പോൾ അറസ്റ്റിലായത് വെറും 18 പേർ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് നിരവധി പേരുടെ ലിസ്റ്റും നിരവധി പേരുടെ വിവരങ്ങളുമാണ് EDയുടെ കൈവശമുള്ളത്. അത് ഈ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിയാണ് ED ഇപ്പോഴും വാദം ഉന്നയിച്ചു കൊണ്ടേയിരിക്കുന്നത്. മനസ്സിലാക്കേണ്ടത്. അൺഫിലിറ്റാണ് വിവരങ്ങളുമായി ചേർന്നത്. ഇപ്പോൾ